ഉള്ളൂ.
ലാസ്റ്റ് ഒത്തിരി വെട്ടം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് റോസ്മേരി. ഈ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു 35 വർഷം കൊണ്ട് ഞാൻ ഈ ജോലിയാണ്. അപ്പോഴേന്ന് ഈ ജോലിയാണ്. അന്നൊക്കെ ശമ്പളം കുറവാണ്, 50 പൈസയേ ഉള്ളു. ഇപ്പോഴും നമുക്ക് കൂലി കൂട്ടി ഓരോ വർഷവും കൂലി കൂടുന്നുണ്ട്. പക്ഷേ എന്നാലും 10-75 രൂപ 100 രൂപയ്ക്കകത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റും. അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. അത് രാവിലെ വന്ന് വൈകുന്നേരം 5 മണി വരെ ഇരുന്നാലേ അത്രയും പൈസ കിട്ടുകയുള്ളൂ. അതും തേച്ച് കിട്ടൂല. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും ഒരു ഇതില്ല. വീട്ടിലാണെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. ഭർത്താവിന് സുഖമില്ലാതെ ആശുപത്രിയിലാണ്, 1 വർഷം കൊണ്ട് വീട്ടിൽ കിടപ്പാണ്. നമ്മൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോഴും അങ്ങനെ കഴിഞ്ഞു കൂട്ടുന്നു. മാസം തോറും കിട്ടൂല. 3 മാസം 4 മാസം ആകുമ്പോഴേ ഇടയ്ക്ക് 2-3 മാസത്തെ പൈസ നമുക്ക് കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. അല്ലാതെ മാസം തോറും നമുക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. കൈത്തറി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം സിന്തറ്റിക് പോളിസ്റ്റർ വസ്ത്രങ്ങൾ തന്നെയാണ്. കേരളത്തിലും ഇന്ത്യയിലും പവർലൂമിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോളിസ്റ്റർ തുണിത്തരങ്ങളാണ് കൈത്തറി വ്യവസായങ്ങളെ മൊത്തം തകർത്തിരിക്കുന്നത്. കൈത്തറി വ്യവസായം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെ ഒട്ടുക്കും തകർന്നിരിക്കുകയാണ്. 95% കൈത്തറി വ്യവസായം തകർന്ന്. ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെല്ലാം നിരാലംബരാണ്. അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് ഗവൺമെൻറ്റിന് ഇന്ന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കൈത്തറി വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലാണ്. ഈ തൃശ്ശൂർ ജില്ലയിലും കണ്ണൂരും പാലക്കാടും നെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ 80% ഉൽപ്പാദനം നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഹോം ഫർണിഷിംഗ് തുണിത്തരങ്ങൾ ഇന്ന് 60% മാത്രമേ ഉൽപ്പാദനമുള്ളൂ. കയറ്റുമതി മൊത്തം നിന്നിരിക്കുന്നു. തിരുവനന്തപുരവും കണ്ണൂരും പാലക്കാടും ചെയ്യപ്പെടുന്ന കേരളത്തിലെ തനതായ കൈത്തറി വസ്ത്രങ്ങളായ മുണ്ട്, നേരിയത്, സാരി, മറ്റ് നിരവധി സാധാരണ തുണിത്തരങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉൽപ്പാദനം 80% കുറഞ്ഞു. നെയ്ത്ത് തൊഴിലാളികൾ ഈ മേഖലയിൽ പോയി. ഈ മേഖലയിൽ ഇതിന് പകരമായി നമ്മൾ സിന്തറ്റിക് പോളിസ്റ്റർ തുണികളാണ് വിപണിയിൽ നിന്ന് സുലഭമായി കിട്ടുന്നത്. വളരെ വിലക്കുറവാണ്. പോളിസ്റ്റർ ആണ് അതിൽ ഉപയോഗിക്കുന്ന ഫൈബറുകൾ. ഡിസൈനുകളിലും കസവുകളും എല്ലാം തന്നെ കെമിക്കലുകളാണ്. അതാണ് ഇതിൻ്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം.